ഞങ്ങൾ മലയാളി പ്രേക്ഷകർ കടപ്പെട്ടിരിക്കുന്നു. നീ എന്താ ചെയ്തേ? സത്യം പറ, നീ എന്താ ചെയ്തേ? ഞാൻ സിനിമ വേണ്ടെന്ന് വെച്ചാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞ് പുള്ളി തന്നെ എന്നെ സിനിമയിലേക്ക് എത്തിച്ചു. ഈ നിരാശിന്റെ പ്രൊമോഷന് പോയിട്ട് ആരും ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ് ദൃശ്യം 3യുടെ അപ്ഡേറ്റ്. ഫുൾ കഥ ഞാൻ പറയാം. വലിയ ഉപകാരം. അതല്ല ക്ലൈമാക്സ്. ഇരുന്നോട്ടെ. അതാണ് ക്ലൈമാക്സ്. ഫസ്റ്റ് ടൈം കഥ കേൾക്കാൻ വീട്ടിൽ വന്നിരുന്ന് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞാല് ചേട്ടാന്നും പറഞ്ഞ് വന്ന് കയറി ആ സോഫയിലേക്ക് ആ ചെരുപ്പ് ഊരിയിട്ട് ഇങ്ങനെ ചമ്രം പിടിച്ച് കയറി ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് വീട്ടിന് പുറത്തുള്ള ഒരാളല്ല, വീട്ടിനകത്തുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നി. ചുരുക്കത്തിലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാനുള്ള പണിയാണ്. എന്തിനാ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് ഞാനായിട്ട് ചെയ്യുന്നൊരു മാജിക് ഒന്നും അല്ല. ഈ തന്തവൈബ് എന്നുള്ളതിന്റെ പ്ലൂറലാണ്. പ്രതാപൻ, അപ്പുതിരി, സൂര്യ കൃഷ്ണമൂർത്തി, ടോമി, അപൂർവരാണ്. ടു ബി കണ്ടിന്യൂഡ്. ഇല്ല, അവിടെ മരിച്ചിരിക്കുന്നു. എന്ന് നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഞാൻ കഥയിൽ പുറത്തേക്ക് വന്നിട്ടില്ല. ഒരു വേലക്കാരന്റെ റോള് ഞാൻ ചെയ്യാം. പ്ലോട്ട് ട്വിസ്റ്റുകൾ നമുക്ക് ഒരുപാട് തന്നിട്ടുള്ള ഒരു ആക്ടറും അതേപോലെ തന്നെ പ്ലോട്ട് ട്വിസ്റ്റുകളുടെ ആശാനും, പിന്നെ ഈ പ്ലോട്ട് ട്വിസ്റ്റുകളെല്ലാം കണ്ട് അന്തം വിട്ടിരുന്ന 3 പേരാണ് ഇന്ന് ക്യൂ സ്റ്റുഡിയോയിലുള്ളത്. ആ അന്തം വിട്ടിരുന്ന ആള് ഞാനാണ്. ഹായ്, ഞാൻ ഇന്ദ്രൻ. ആൻഡ് വി ഹാവ് ആസിഫ് അലി ആൻഡ് ജിത്തു ജോസഫ്. വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു ഇന്ദ്രൻ. സുഖമായിട്ടിരിക്കുന്നോ? അടിപൊളിയായിട്ടിരിക്കുന്നു. സോ നമ്മുടെ മൊത്തത്തിലുള്ള കോൺവെർസേഷൻ ഒരു 3 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സെഗ്മെന്റിന്റെ പേര് തന്നെ പ്ലോട്ട് ട്വിസ്റ്റ് എന്നാണ്. നമ്മുടെ ലൈഫിലും അതേപോലെ തന്നെ കരിയറിലും വന്നിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റുകളാണ് നമ്മളെല്ലാവരും ഇവിടെയും വരെ എത്തിച്ചിട്ടുള്ളത്. സോ ടു ബി വെരി ഫ്രാങ്ക്, തുടക്കം തന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്ലോട്ട് ട്വിസ്റ്റ് ദാറ്റ് കെയിം ഇൻ യുവർ ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ ആസിഫ് എന്താ പറയും? ഞാൻ ഋതുവിന് കൊടുത്ത ഓഡിഷൻ, എന്റെ ആദ്യത്തെ സിനിമ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അത് തന്നെയാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് ഓഡിഷൻസിന് പോയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ അല്ലാതെ പോയി മീറ്റ് ചെയ്ത് ചാൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ഓഡിഷന് പോയി അവിടെ ചെന്ന് ആരും എന്നോട് ഒന്നും ഭയങ്കര കാര്യമായിട്ട് അഭിനയിപ്പിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാഷ്വൽ ആയിട്ട് സംസാരിച്ചു, അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു കോള് വിളിക്കുന്നു, തിരുവനന്തപുരത്തേക്ക് വരണം, ഷൂട്ടിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു. അത് തന്നെയായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്ലോട്ട് ട്വിസ്റ്റ്. അവിടെ നിന്നൊക്കെയാണ് പിന്നെ ചേഞ്ച് ചെയ്തത്. ഉറപ്പായിട്ടും. യെസ്. സാറിന്റെ ലൈഫിലെ അല്ലെങ്കിൽ കരിയറിൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൈൽ സ്റ്റോൺ ഏതായിരിക്കും? മാരേജ്. ഓക്കെ. കല്യാണം കഴിക്കാനായിട്ട് വന്നപ്പോ സിനിമ താല്പര്യം ഇല്ലാതെ ഞാൻ സിനിമ വേണ്ടെന്ന് വെച്ചതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞ് പുള്ളി തന്നെ എന്നെ സിനിമയിലേക്ക് എത്തിച്ചു. സിനിമ എന്ന് പറഞ്ഞ കരിയറൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി ഇത് വേറെ ഒന്നും താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ സിനിമ വേണ്ടെന്ന് വെച്ചാൽ സിനിമയിലേക്ക് കയറാൻ ട്രൈ ചെയ്യുന്ന ടൈമിൽ അത് കഴിഞ്ഞൊരു കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി തന്നെ കാരണക്കാർ എൻ്റെ ഒരു നിമിത്തമായി എന്നെ സിനിമയിലേക്ക് ഞാൻ സിനിമയിലേക്ക് വരാൻ. അതാണ് മെയിനായിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതാണ് ലൈഫിൽ വലിയൊരു ട്വിസ്റ്റ്. വേണ്ടെന്ന് പറഞ്ഞ ആള് തന്നെ അവസാനം അതിനൊരു കാരണക്കാരനാണ്. താങ്ക് യു ആളോട്. ഞങ്ങൾ മലയാളി പ്രേക്ഷകർ. സോ ഇനി നമ്മൾ നമ്മുടെ ഇപ്രാവശ്യത്തെ റിയൂണിയൻ, എനിക്ക് തോന്നുന്നു കൂമിന് ശേഷം പ്രൊഡക്ഷൻ സൈഡിൽ സാറ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും രണ്ടാമത് ഒരുമിക്കുന്നത് മിറാഷിന് വേണ്ടിയിട്ടാണ്. ഈ മിറാഷ് എന്നുള്ള പേര് എങ്ങനെ സാർ സെലക്ട് ചെയ്തു? കാരണം നമുക്ക് കുറച്ച് ട്വിസ്റ്റ് തരുന്ന പേരാണ്. വായിക്കുമ്പോൾ നമ്മൾ മിറാജ് എന്ന് വായിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രൊനൗൺസിയേഷൻ വരുന്നത് മിറാഷ് ആണ്. വാട്ട് ഈസ് ആക്ച്വലി മിറാഷ്? മിറാഷ് സബ്ജക്റ്റിന്റെ സ്വഭാവം അല്ലെങ്കിൽ സിനിമയുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ 2-3 ക്യാരക്ടേഴ്സിന്റെ ഒരു ജേർണിയാണ്. ദേ ആർ ലുക്കിംഗ് ഫോർ സം ആൻസേഴ്സ്. അവരൊരു അതിനകത്ത് ഒരാളുടെ പറഞ്ഞയുടെ ക്യാരക്ടറിന്റെ ഒരു ക്രൈസിസിൽ പുള്ളിക്കാരത്തിയുടെ ജേർണിയിൽ ഇവർ ജോയിൻ ചെയ്യുന്ന ഒരു ഹരണയുടെ ക്യാരക്ടർ കൊളീഗും ഉണ്ട്, ഇപ്പുറത്ത് ആസിഫിന്റെ ക്യാരക്ടറും വന്ന് ജോയിൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ അല്ല, പ്രശ്നം മുന്നിൽ കാണുമ്പോൾ ഓക്കെ ഇതാണെന്ന് കരുതി അടുത്തേക്ക് ചെല്ലുമ്പോ അതല്ല, അടുത്ത പ്രശ്നം വരും. അടുത്ത പ്രശ്നമല്ല, അതല്ലാതെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കൈൻഡ് ഓഫ് പോകുന്ന ഒരു സിനിമയാണ് ഇത്. കുറച്ചുകൂടെ സാധാരണ ചില സിനിമകളിൽ ഇപ്പം നമ്മുടെ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമ ഇമോഷൻ ബേസ്ഡ് ഒരു മിസ്റ്റീരിയസ് ത്രില്ലറാണ്. ഇതിനകത്ത് ഇമോഷനേക്കാൾ ഇവന്റ്ഫുൾ ആണ്. ഇമോഷൻ ഉണ്ട്, അതിന്റെ താഴെ നിൽക്കുന്നുള്ളൂ. ഇവന്റ്ഫുൾ ആണ്, സംഭവബഹുലമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഒരു കുരുക്ക് കഴിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത കുരുക്ക് വരുന്നത്, അങ്ങനെയും പറയാം. അതായത് സംഭവബഹുലമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കൺക്ലൂഡ് ചെയ്യപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പോയിന്റിലേക്ക് എത്തുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോ അല്ല, അതിന് ഇനിയും ബാക്കിയുണ്ട്, അല്ല അതല്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കൺക്ലൂഷൻ എന്ന് മനസ്സിലാവുന്നു, അടുത്തതിലേക്ക് പോകുന്നു. എന്തായാലും നമ്മുടെ സെഗ്മെന്റിന്റെ കറക്റ്റ് പേരായി ഒരു കൈൻഡ് ഓഫ് പ്ലോട്ട് ട്വിസ്റ്റ് തന്നെയാണ് അതും. ഒരു മിറാഷ്. ഈ മിറാഷിന്റെ കാര്യം പറയുമ്പോഴേ
ആസിഫും മിറാഷുമായിട്ട് ഭയങ്കര ലിങ്ക്ഡ് ആണ് ഇതിന് മുന്നേ. KT KT മിറാഷ്. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ തന്ത വൈബ് എന്ന് പറഞ്ഞ ആ ഒരു ഫാക്ടർ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഈ KT മിറാഷിലൂടെയാണ്. സോ അതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ, ഒരു പേര് വായിക്കുമ്പോ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് അത് എപ്പോഴെങ്കിലൊക്കെ മനസ്സിലൂടെ പോയോ? അല്ല, മിറാഷ് എന്ന് പറയും, അതായത് ആഷിഖയുടെ ഒരു ഫ്രണ്ട് ആണ് ആക്ച്വലി. മൂപ്പര് ആഷിഖയുടെ നേരത്തെ ഉള്ള ഒരു ഫ്രണ്ടാണ് ഈ KT മിറാഷ് എന്ന് പറയുന്നത്. ശരിക്കുള്ള ക്യാരക്ടറാ? ശരിക്കുള്ള ക്യാരക്ടർ പേരാണ് KT മിറാഷ് എന്നുള്ളത്. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ പേര് ഉപയോഗിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് ആ ലേബലിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അഹമ്മദിനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ മിറാഷ് എന്ന് പറയുമ്പോ എന്തായാലും എനിക്ക് അവനെ ഓർമ്മ വരും. KT മിറാഷ് അത് ആ ഒരു സമയം തുടങ്ങി ഭയങ്കര ഒരു ട്രെൻഡ് ആയിരുന്നു. തന്ത വൈബ് എന്നുള്ളതിന്റെ പ്ലൂറലാണ്. അതെ. ഈ മിറാഷിലേക്കുള്ള ആസിഫിന്റെ ഒരു ഹൈ എന്തായിരുന്നു? വാട്ട് മേഡ് യു ചൂസ് ദിസ്? ഞാൻ ശരിക്കും കൂമൻ എന്നെ സാറ് വിളിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു ജിത്തു ജോസഫ് സിനിമയ്ക്ക് എലിജിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ ആയിരുന്നില്ല എന്റെ പെർസ്പെക്റ്റീവില്. കാര്യം ഞാൻ അത്രയും ഭയങ്കര ഗംഭീര സിനിമകളോ പെർഫോമൻസസോ ഒന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നില്ല. പക്ഷെ എന്നെ വിളിച്ചു ആ ക്യാരക്ടർ. അപ്പൊ ഞാൻ അതിന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞത്, ആ ക്യാരക്ടർ എഴുതി കഴിഞ്ഞ് അല്ലെങ്കിൽ അതിന്റെ മൊത്തം സ്ക്രീൻ പ്ലേ കഴിഞ്ഞപ്പം ആസിഫിന്റെ മുഖവും രൂപവും ഒക്കെയാണ് ഗിരിക്ക് ആപ്റ്റ് ആവുന്നതെന്ന് തോന്നിയത് കൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും ഓർഗാനിക് ആയിട്ട് സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ഒരു സംവിധായകനാണ് ഇദ്ദേഹം. അപ്പൊ ഇതിന്റെ എല്ലാ സിനിമകളുടെയും കാസ്റ്റിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന് ആപ്റ്റ് അതാണ് എന്ന് നമുക്ക് തോന്നും. അപ്പൊ അത്തരത്തിലുള്ള ഒരാള് വീണ്ടും 2 സിനിമകൾ കഴിഞ്ഞിട്ട് മൂന്നാമത് ഒരു സിനിമ ചെയ്യുന്നതിന് മുന്നേ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുമ്പോൾ അത് തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളത്. പിന്നെ കോമിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറും മൊത്തത്തിലുള്ള ഈ കഥ നടക്കുന്നതും എല്ലാം ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ജിത്തു സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ ഭയങ്കര വാംതാണ്. എങ്ങനെയുണ്ട് സാറേ കണക്ഷൻ? വളരെ കംഫർട്ടബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ബേസിക്കലി. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ രണ്ടുപേരുടെയും വന്ന ഒരു പശ്ചാത്തലം അല്ല ബാക്ക്ഗ്രൗണ്ട്, ആ നാടൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് ഏതാണ്ട് ഒരേ സ്വഭാവമാണ്. പുഴ അതെന്ന് വെച്ചാൽ ഒരു നാട്ടിൻപുറത്ത് കൃഷിക്കാര് അങ്ങനെ. അപ്പൊ നമ്മളിങ്ങനെ വലിയ സിനിമക്കാരൻ എന്നുള്ളതിനേക്കാളേറെ വേറൊരു നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ, അതില് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ഒന്നത്. പിന്നെ രണ്ടാമത് ട്രാൻസ്പെറൻ്റാ. നമുക്കിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാകുക, ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അതിൽ കൂടെ നിൽക്കുക, കട്ടയ്ക്ക് കൂടെ നിൽക്കുക എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുകൊണ്ടൊരു നമ്മളൊരു കണക്ട് വരും, മനസ്സിലായി. പിന്നെ എൻ്റെ ഫസ്റ്റ് ടൈം കഥ കേൾക്കാൻ വീട്ടിലേക്ക് വന്ന് നേരെ ചേട്ടാന്നും പറഞ്ഞ് കയറി ആ സോഫയിലേക്ക് ആ ചെരുപ്പ് ഊരിയിട്ട് ഇങ്ങനെ ചമ്രം പിടിച്ച് കയറി ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് വീട്ടിന് പുറത്തുള്ള ഒരാളല്ല, വീട്ടിനകത്തുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല, മനസ്സിലായി. അപ്പൊ അതൊക്കെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓരോ ക്യാരക്ടറിനെ നമുക്ക് പെട്ടെന്ന് ഇതാകുന്ന ഒരിതുണ്ടല്ലോ. പക്ഷെ എന്ന് കരുതി ഇത് സിനിമയാണ്. ഇപ്പൊ ഞാനൊരു ഇത് പറയുമ്പോൾ ചേട്ടനും ഞാനുമായിട്ട് നല്ല ബന്ധമുള്ള, അതുകൊണ്ട് എന്തായാലും ഇത് ചെയ്തേക്കാം, അങ്ങനെ ആസിഫിന് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു കഥ വരുന്നു, ആസിഫ് എൻ്റെ നല്ലൊരു ഫാമിലി ഫ്രണ്ട്, നല്ലൊരു സുഹൃത്താണ്, അതുകൊണ്ട് ഇത് ആസിഫിന് കൊടുക്കാം, എനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അത് ആസിഫിന് ആപ്റ്റ് ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കഥ പറയുമ്പോൾ ആസിഫിന് അത് വർക്കൗട്ട് ആകുന്നില്ലെന്ന് തോന്നിയാൽ ആസിഫിന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞങ്ങൾ 2-3 കഥ ഡിസ്കസ് ചെയ്യൽ ഒരു കഥ എന്നോട് ചേട്ടാ എനിക്ക് വർക്കാകുന്നില്ല, ഓക്കെ ഞാനത് വേറെ ഇത് നോക്കാം എന്ന് പറഞ്ഞു. അതാണ് വേണ്ടത്. പ്രൊഫഷണലും ആണ്, എന്നാൽ അതിനകത്ത് നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും വേണം. ആ ഒരു ട്രാൻസ്പെറൻസി വളരെ ഇമ്പോർട്ടൻ്റ്. ഓ ഗ്രേറ്റ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ഫാൻ മൊമെന്റ് ഞാൻ ആസിഫായിട്ട് ഷെയർ ചെയ്യാണ്. ചില ആൾക്കാർ സ്ക്രീനിൽ പെർഫോമൻസ് തരുന്ന സമയത്ത് നമ്മളായിട്ട് കണക്റ്റഡ് ആയിട്ട് തോന്നും എന്നുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ഒരാളായിട്ട് ആസിഫിന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആസിഫിന്റെ സന്തോഷം ഒരു ക്യാരക്ടറിൽ വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. ആസിഫിന്റെ റിയലൈസേഷൻ ഒരു ക്യാരക്ടറിൽ ഏതെങ്കിലും പോയിന്റിൽ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ആസിഫിന്റെ ഹാപ്പിനെസ്, ആസിഫ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യും. താങ്ക് യു സോ മച്ച് ഫോർ എന്റർടൈനിങ് അസ്. ഇത് എങ്ങനെയാണ് ഇത്രയും ഈസിൽ കരയാനും ചിരിക്കാനും അത് നമ്മളിലേക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നത്? എന്തിനാ ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇത് ഞാനായിട്ട് ചെയ്യുന്നൊരു മാജിക് ഒന്നും അല്ല.
എന്നെ കൊണ്ട് അത് എന്നെ ഒന്ന് എടുത്ത് പിഴിഞ്ഞാൽ ഇത് കിട്ടും എന്നറിയാവുന്ന സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഞാൻ ഓരോ പെർഫോമൻസസ് ചെയ്യുന്ന സമയത്തും ആ ടെക്നീഷ്യൻസ്, ആ ഡയറക്ടേഴ്സ്, അവരെല്ലാവരും എനിക്ക് അത്രയും സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസും ഇത്രയും ആളുകളുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അറിയാതെ കിട്ടിയ കുറെ നല്ല കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നിൽ. അപ്പൊ അതൊക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് ഇങ്ങനെ പെട്ടെന്ന് ഒരു മാജിക്കായിട്ട് സംഭവിച്ചതല്ല, ഇത് ഗ്രാജുവലി തെളിഞ്ഞ് വന്നതാണ്. അപ്പൊ എനിക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണ്. എന്നെ ഗൈഡ് ചെയ്യണം. എനിക്ക് എന്റേതായ പരിപാടികളിൽ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്, സ്കാറ്റേർഡ് ആയി പോവാറുണ്ട്. പക്ഷെ എന്നെ കൃത്യമായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ക്യാപ്റ്റൻ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ പവറിൽ കൂടെ നിൽക്കും. എനിക്ക് അതാണ് പറയാൻ പറ്റുക. ഈ സജഷൻസ് കൊടുത്താൽ അതായത് ഓക്കെ ഇങ്ങനെയും കൂടെ ഞാൻ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ഡയറക്ടറോട് പറയാം. പിന്നെ ആ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കും, ഇപ്പൊ ഞാൻ കൂമൻ ചെയ്യുമ്പോൾ എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടതെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അതും ഡയലോഗ് ഡെലിവറി ടു റിയാക്ഷൻ ടു വാട്ട് എവർ നമ്മൾ സ്ക്രീനിൽ ചെയ്യുന്നുണ്ടോ അതെല്ലാം എന്താ വേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു തരും. അത് കിട്ടുന്നത് വരെ ഒരു മുഷിപ്പും ഇല്ല, ഒരു ദേഷ്യവും ഇല്ലാതെ അത് ചെയ്യാനുള്ള ഒരു സ്പേസ് എനിക്ക് തരും. ഇപ്പൊ ഞാനൊരു കാര്യം ട്രൈ ചെയ്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയേഷൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം എന്ന് പറയാനും, അല്ല ചേട്ടാ അത് വേണ്ട, ഞാൻ വേറെ ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് പറയാനുള്ള ഒരു ഫ്രീഡം, ഇത് എല്ലാ സംവിധായകരായിട്ടും എല്ലാ ടെക്നീഷ്യൻസുമായിട്ടും ഉണ്ടാവണം ഒരു ആക്ടറിന്. ആ ഒരു വർക്ക്, ഒരു എൻവയൺമെന്റ് അങ്ങനെ ആയിരിക്കണം. സോ നമുക്കിനി ഒരു ചെറിയ സെഗ്മെന്റിന്റെ ഇടയിൽ ഒരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഇതൊരു ചെറിയ ഗെയിം ആയിട്ട് എടുക്കാം. ഈ ഗെയിമിന് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, സോ ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സിനിമകളിലെ ആസിഫിന്റെ സിനിമയിലെ ആസിഫിന്റെ ക്യാരക്ടറിന്റെ പേര് പറയും. അത് ഏത് സിനിമയാണെന്ന് പറയണം. അത് വലിയ പണിയാണ്. ഓക്കെ, പറയട്ടെ. ആസിഫിനാണ്. പ്രതാപൻ. അപ്പുതിഗിരി. ഓഹ് വാ, നൈസ്. ലൂയിസ്. ലൂയി കോഹിനൂർ. വാവ്, ഗ്രേറ്റ്. ഇനി ജിത്തു സാറിന് സൂര്യ കൃഷ്ണമൂർത്തി. ഊഴം. ഓ, അടിപൊളി. പ്രിയാസ് നായർ. മൈ ബോസ്. അടിപൊളി. ഇനി ആസിഫ്. ടോമി. അപൂർവരാഗം. ഞാൻ കുറച്ച് എളുപ്പമുള്ളത് വിളിച്ചു. അബി. അഭിലാഷ് അല്ല, അബി. അബി ഇതില് അബിയാണ്, അനുരാഗ് കരിക്കും വെള്ളത്തിൽ. അത് അഭിലാഷ് അല്ലേ? അഭിലാഷ്. ഓക്കെ. അബി എന്നൊക്കെ പറഞ്ഞിട്ട് അബി നീ അത് ചെയ്തു അബി. അതാണ് ആ വിളി, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു തൃശ്ശൂർക്കാരി ഞാൻ വിളിക്കുന്നത്. അയ്യോ, എനിക്ക് ആ വിളി ഭയങ്കര എന്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആലോചിച്ചോ. ഗിരിജ. യൂട്യൂബ് ബ്രൂട്ടസ്. ഗിരിജ വല്ലഭൻ. ഗിരിജ തൃശ്ശൂർ. യെസ്. പാർവതി. മിങ്കിലാമിലൊക്കെ ഉണ്ട് ആ സിനിമയില്. അത് തമിഴല്ലേ? ഞാൻ പെട്ടെന്ന് മലയാളത്തിലാ തപ്പിക്കൊണ്ടിരുന്നത്. മറ്റേ ഇത് തമ്പി. രശ്മിക അല്ല, രശ്മിത. മൈ ബോസ് ആണോ? അല്ല, രശ്മിത രഞ്ജിത്ത്. രശ്മിത, നീ എന്താ ചെയ്തേ? സത്യം പറ, നീ എന്താ ചെയ്തേ? നുണക്കുഴി. നൈസ്. അപ്പൊ അടിപൊളി. ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പോഴല്ല, 2 സെഗ്മെന്റ് കൂടെ കഴിഞ്ഞിട്ടാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ അടുത്ത സെഗ്മെന്റിലേക്ക് കിടക്കാൻ പോകണം. ഈ സെഗ്മെന്റിന്റെ പേര് ക്ലൈമാക്സ് എന്നാണ്. പ്ലോട്ട് ട്വിസ്റ്റ് കഴിഞ്ഞു, ഇനി ക്ലൈമാക്സ് ആണ്. സംടൈംസ് നമ്മുടെ ചില ക്ലൈമാക്സുകൾ എത്തുമ്പോഴായിരിക്കും നമുക്ക് ഇതേപോലെ ഇതല്ല എൻ്റെ ഒരു ജേർണി എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്തൊരു റൂട്ടിലേക്കൊക്കെ പോകാൻ പോകുന്നത്. അങ്ങനെ ചില ക്ലൈമാക്സ് ഉള്ള സിനിമകൾ നമ്മൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സിൽ ഒരു 3 സിനിമയുടെ പേര് പറയാൻ പറഞ്ഞ ആസിഫ് ഏത് ചൂസ് ചെയ്യും? കിഷ്കിന്ധകാണ്ഡം എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ എനിക്ക് ഹൈ കിട്ടിയ ഒരു ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നു. ഈ കിഷ്കിന്ധകാണ്ഡം പറഞ്ഞപ്പോഴാണ് അതിനൊരു ട്രോളൊക്കെ കണ്ടായിരുന്നോ? ബ്രോഡാഡിയിലെ സീനൊക്കെ വെച്ചിട്ട്. അതായത് ബ്രോഡാഡിയിലെ ഒരു സീനുണ്ട്. അതായത് നമ്മുടെ ലാലു അലക്സ് സാറിന് ഒന്നും അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞിട്ട് അപർണ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്കാണോ ഒന്നും അറിയരുതെന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നോ? അങ്ങനത്തെ ഒരു ട്രോളുണ്ട്. ഭയങ്കര രസമാണത്. സാറിന് ഒരു ഹൈ കിട്ടിയ ഒരു ക്ലൈമാക്സ് ഏതായിരിക്കും ഒരു സിനിമ കണ്ടിട്ട്? എനിക്ക് 1-2 ഇംഗ്ലീഷ് സിനിമകളുടെ ഭയങ്കരമായിട്ട് ഇതുണ്ട്. ഷോഷാങ്ക് റിഡംപ്ഷൻ, യൂഷ്വൽ സസ്പെക്ട്സ്. ഓക്കെ. പിന്നെ എനിക്ക് ഓഫ് കോഴ്സ് ദൃശ്യം 1 എനിക്ക് ഭയങ്കര, എനിക്ക് എൻ്റെ തന്നെ ഒരു സിനിമയുടെ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വന്ന ഒരു സാധനമാണ് ദൃശ്യം 1. ഈ ക്ലൈമാക്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഞാൻ കണ്ടൊരു വീഡിയോ,
ജീത്തു സാറിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് പാക്കപ്പ് വിളിക്കുന്നത് നമ്മുടെ മിറാഷിന്റെ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ആസിഫ് അലി അതിൽ വേർത്ത് ഷർട്ടൊക്കെ നനഞ്ഞൊട്ടിയിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? അതാ ഇവിടെ മലയാറ്റൂര് മഴ പെയ്ത മലയാറ്റൂരായിരുന്നു എന്റെ ഒരു അതൊരു ക്ലൈമാക്സ് അല്ല, പിന്നെ ഇച്ചിരി ഓട്ടവും ബേളവും ഒക്കെ ആയിരുന്നു, അതിന്റെ കൂടെ മഴയും കൂടെ വന്നു. നമ്മളത് കാര്യം നമ്മൾ കാലിക്കറ്റിൽ ഷൂട്ട് തുടങ്ങി, കോയമ്പത്തൂർ പോയി, കാരക്കുടി പോയി, അത് കഴിഞ്ഞിട്ടാണ് ഈ മലയാറ്റൂർ ഷെഡ്യൂൾ വെച്ചത്. അതൊരു 3 ദിവസമായിരുന്നു. ആ 3 ദിവസം ഗംഭീര മഴയായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ചെറിയ ആക്ഷൻ സീക്വൻസസ് ആണ്. ഓട്ടവും. ഓക്കെ, അതാണ് ക്ലൈമാക്സ്. അതല്ല ക്ലൈമാക്സ്. അതല്ല ക്ലൈമാക്സ്. ഇരുന്നോട്ടെ, അതാണ് ക്ലൈമാക്സ്. അപ്പൊ അതിന്റെ അവിടെ ജീത്തു സാർ ആസിഫിൽ കണ്ടിട്ടില്ല, നേരത്തെ പറഞ്ഞു ഭയങ്കര ട്രാൻസ്പെറന്റ് ആണെന്ന്. ആസ് ആൻ ആക്ടർ ഇപ്പൊ കൂമനിലേക്ക് വിളിക്കുന്നതിന് മുമ്പ് വരെ ആസിഫില് നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താ, ആസ് എ പേഴ്സൺ ആൻഡ് ആസ് ആൻ ആക്ടർ? ആസ് എ പേഴ്സൺ ഞാൻ ശരിക്കും അടുത്തറിയുന്നത് നമ്മൾ അടുത്ത് വന്ന് അതിന് മുമ്പ് ഇങ്ങനെ നമ്മൾ കാണുന്നതും ഹൈ ബൈ അങ്ങനെയുള്ള ഇതില്ല. ആസ് ആൻ ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെയായിട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്ത ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാണ് ആൾക്കാരൊന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ ആ പൊട്ടൻഷ്യൽ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിവുള്ളൊരു നല്ലൊരു നടൻ. അന്നപ്പോൾ ഞാനിങ്ങനെ കഥകൾ ആലോചിക്കുമ്പോൾ എന്താ പറയാ, എപ്പോഴാണ് ആസിഫിന് പറ്റുന്ന ഒരു ക്യാരക്ടറിന്റെ ഇതിലേക്ക് വരിക എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ കുറെ ലാൽ സാർ പടമൊക്കെ ചെയ്യുമ്പോൾ അത് 56 വയസ്സ് 58 വയസ്സുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ റേഞ്ചിലുള്ള ആ പ്രായത്തിൽ വരുമ്പോൾ അത് എനിക്ക് ആസിഫിന്റെ അടുത്തേക്ക് പോകില്ല. അല്ലെ 50 വയസ്സ് അങ്ങനെയൊക്കെ പറയുന്ന ഒരു റേഞ്ചിലാണ്. അപ്പം ഈ ഒരു ചെറുപ്പക്കാരുടെ സിനിമകൾ ചെയ്തു വരുമ്പോൾ നമുക്ക് എപ്പോഴാണ് ആസിഫിന് പറ്റുന്ന ഒരു ക്യാരക്ടറിനും അങ്ങനെ വന്നപ്പോഴാണ് ഈ ഇത് വന്നത്, കൂമൻ വന്നപ്പം പെട്ടെന്ന് എനിക്കത് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പ്രത്യേകിച്ച് തന്നെ ഇത് തന്നെന്നറിയാം, ഒരു ഭയങ്കര സ്വീറ്റ് ആയിട്ട് ചിരിക്കുകയും എന്നാൽ ഉള്ളിൽ ഈഗോയും അതിന്റെ ഒരു കലിപ്പും വെക്കാനായിട്ട് ആ ഒരു 2 ലെയർ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ആസിഫിന് നോക്കി. അത് ഞാൻ ഭയങ്കര ഡെപ്ത് ആയിട്ട് കണ്ടത് ഉയരയിലാണ്. ഉയരയിൽ കരയാനും പറ്റും, അതിന്റെ കൂടെ തന്നെ പോസസീവ്നെസ് പീക്കും ഉണ്ട്, ടോക്സിക് ആണ്, എന്നാ ഇഷ്ടമുണ്ട്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ആദ്യം വീട്ടിൽ വന്നപ്പോ ആദ്യം പറഞ്ഞതാ ഉയരെ ക്യാരക്ടർ ചെയ്തത്. എത്ര പേര് ചെയ്യും അങ്ങനത്തെ? അതൊക്കെയാണ് പ്രശ്നം. അതൊക്കെയാണ് എനിക്ക് ആസ് എ ആക്ടർ എനിക്ക് ആസിഫിനോടുള്ള റെസ്പെക്ട്. അതാണ് ജീത്തു സാറിന്റെ പിന്നെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് പേസ് ലോ ആവും. ആ ലോ ആയിന്ന് നമുക്ക് ആസ് എൻ ഓഡിയൻസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അടുത്തൊരു സാധനം പെട്ടെന്ന് കിക്ക് ഓഫ് ചെയ്യും. ആക്ച്വലി അങ്ങനെ കിക്ക് ഓഫ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീരീസ് സ്റ്റൈലാണോ സാർ? അതെന്നറിയാം, ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമ തൊട്ട് ഞാൻ സിനിമകൾ കണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു ഇതുണ്ടല്ലോ, സിനിമ ഇങ്ങനെ സിക്സാഗ് ആയിട്ട് പോകണം. സിനിമ ഇങ്ങനെ ഒരേ ടെമ്പോയെ കൊണ്ടുവരുത്. ഒരേ ടെമ്പോയിൽ ഇങ്ങനെ കുറേ നേരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഡ്രോപ്പ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആകും. ആ സമയം നമ്മളിങ്ങനെ കൊണ്ടുപോയി നമ്മളിങ്ങനെ കയറ്റിയും കൊണ്ടുവന്നിട്ട് നമ്മൾ തന്നെ അങ്ങ് താത്തും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അപ്പൊ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ആ ഒരു ഇമോഷന്റെ ഏറ്റക്കുറച്ചിലുകൾ ഫീൽ ചെയ്യണം. അല്ലാതെ ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് ഡ്രൈവ് ഇതിന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് അത്രയും എൻജോയബിൾ ആയിരിക്കും. അതൊന്ന് കയറി ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് വന്നു. ഞാനതുകൊണ്ട് എൻ്റെ സിനിമകളിൽ ചിലയിടത്ത് ചിലപ്പോൾ ഇപ്പം എൻ്റെ എഡിറ്റർ പറയില്ല, പഴയ എഡിറ്റർ പോലെ സാറേ ആ ഭാഗത്ത് ലാഗുണ്ട്, എനിക്ക് എത്രയുണ്ട് ഒരു 1 മിനിറ്റ് സീൻ അല്ല 30 സെക്കൻഡ്സ് അല്ലെങ്കിൽ 1.5 മിനിറ്റിന്റെ സീൻ, ഞാൻ ആ 1.5 മിനിറ്റ് കൊണ്ട് ഈ സിനിമ ഓടാതിരിക്കുകയല്ല, എനിക്ക് ഉറപ്പുണ്ട്. അതവിടെ കിടന്നോട്ടെ എന്ന് പറയും. മനുഷ്യനൊന്നും ഇരിക്കട്ടെ, അവരുടെ ഒന്നിരിക്കട്ടെ. ചിലപ്പോൾ അവരൊന്ന് അപ്പൊ ഇപ്പൊ എല്ലാവരും പറഞ്ഞു വെച്ചാൽ ആ സമയത്ത് അവൻ ഫോണിലേക്ക് പോകും. ഞാൻ സാരല്ല ഫോണിലേക്ക് പോട്ടെ, ഫോണിലേക്ക് പോയി തിരിച്ചു വന്ന് അടുത്ത് വരുമ്പോൾ അവൻ കൺഫ്യൂസ്ഡ് ആവും. ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ എടുക്കണ്ടായിരുന്നു, അവന് റിഗ്രറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ അവൻ അടുത്ത തവണ എടുക്കുകയല്ല. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഇതൊക്കെ ഇതൊന്നും എല്ലാ സിനിമയ്ക്കും പ്രാവർത്തിയാവുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഓരോ തിയറികളെ പ്ലാനുകളാണ്. ഇതൊക്കെ ചിലപ്പോൾ വർക്കൗട്ട് ആവും, ചിലപ്പോൾ വർക്കൗട്ട് ആകത്തില്ല. പക്ഷെ ഇത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഇങ്ങനെ സിക്സാഗ് ആയിട്ട് പോകണം. ഇടയ്ക്കൊന്ന് കയറി കഴിഞ്ഞ് നമ്മളതിനെ ഒന്ന് ഇറക്കി, പിന്നെയും കയറ്റി ഇറക്കി. അപ്പൊ അതിങ്ങനെ എനിക്ക് ഫസ്റ്റ് സിനിമ തൊട്ട് ഞാൻ അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു സെഗ്മെന്റ് പോവാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഒരു സ്റ്റോറിയുടെ ഒരു ഫസ്റ്റ് പാർട്ട് പറയും, ബാക്കി സ്റ്റോറി നിങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽഡ് ചെയ്യണം. കുറച്ച് ഞാൻ പറയും, അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ക്ലൈമാക്സിൽ എത്തിക്കണം. അതാണ് നമ്മുടെ ക്ലൈമാക്സ് സെഗ്മെന്റിന്റെ ക്ലൈമാക്സ്. ഓക്കെ, സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് ഇതാണ്. രാഘവൻ ഭാര്യ മീനയും കൂടെ ആളുടെ മകനെ ഊട്ടിയിലെ ബോർഡിംഗ് സ്കൂളിലാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴയുണ്ട്,
നല്ല മൂടൽമഞ്ഞുണ്ട്. വണ്ടിയുടെ കാറിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. നല്ല മഴ, നല്ല മഞ്ഞ്. മുമ്പോട്ട് പോകുന്തോറും ഡ്രൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടി വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാറിൻ്റെ ഫ്രണ്ടിൽ എന്തോ ഇടിച്ച പോലെ തോന്നി. ഇവർ രണ്ടുപേരും വണ്ടി ബ്രേക്ക് ഇട്ടു. ഇറങ്ങി നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. എന്താ ഏതടിച്ചതെന്നൊന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല. നല്ല മഴയുണ്ട്, മഞ്ഞുണ്ട്. വണ്ടി പിന്നെ മുന്നോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ടയറിന് എന്തോ സംഭവിച്ചു. അപ്പോൾ എന്തോ ഒരു ഹെൽപ്പിന് വേണ്ടി ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കണം. ഇവർക്ക് രണ്ടുപേർക്കും തനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ നോക്കുമ്പോൾ ഒരു 500 മീറ്റർ അപ്പുറത്തായിട്ട് ഒരു വീട്ടിൽ ലൈറ്റ് കാണുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു വീട്. അപ്പോൾ രാഘവൻ അവിടെ നിന്നിട്ട് ഭാര്യ മീന ആ വീട്ടിലേക്ക് നടന്ന് അവിടെ ചെന്നു. വാതിൽ 1 പ്രാവശ്യം മുട്ടുന്നു, തുറന്നില്ല. 2 പ്രാവശ്യം മുട്ടുന്നു, തുറന്നില്ല. 3-ാമത്തെ പ്രാവശ്യം മുട്ടി, വാതിൽ തുറന്നു. ഈ തുറന്ന ആളെ കണ്ടിട്ട് മീന ഞെട്ടി. ഇനി അവിടെ നിന്ന് കഥ ആസിഫ് ബിൽഡ് ചെയ്യണം, എന്നിട്ട് സാർ ബിൽഡ് ചെയ്യണം. ഞങ്ങൾക്ക് ഒന്നിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജോണർ വേണമെങ്കിൽ മാറ്റാം. ത്രില്ലർ ആക്കാം, കോമഡി ആക്കാം, സൈക്കോളജിക്കൽ ത്രില്ലർ ആക്കാം, എങ്ങനെ വേണേ ബിൽഡ് ചെയ്യാം. ഈ ഡോറ് തുറക്കുമ്പോ ഒരാളെ കണ്ടു, ആ ആളെ കണ്ട് മീനെ ഞെട്ടി. അയാളെ കണ്ട് ഞെട്ടി. ഓ, ഇത് സാറിന് കിട്ടിയോ? അവിടെ നിന്ന് കിട്ടാതെ എനിക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സാറ് തുടങ്ങിക്കോ. അങ്ങനെ ഇവിടെ തുടങ്ങാൻ വേണമെങ്കിൽ ഈ ഡോറ് തുറന്നപ്പോ കണ്ട ആള് പണ്ട് ഭയങ്കര അറ്റൻഷൻ കിട്ടിയ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് വാനിഷ് ആയി പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു അറ്റൻഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അയാളെ കണ്ടു, ഇവര് ഞെട്ടി അകത്തേക്ക്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ ഇയാൾ വളരെ കൂളായിട്ട് ചോദിച്ചു എന്താ ചോദിക്കും. പറഞ്ഞു ഇങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ്, ഒരു കോണ്ടാക്ട് ചെയ്യണം, സിഗ്നൽ കിട്ടുന്നില്ല. അപ്പൊ ഇയാള് അകത്തേക്ക് വരാൻ പറയുന്നു. ഇവർക്കൊരു പേടിയുണ്ട്. ഇവരകത്തേക്ക് കയറണമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇവര് പറയും ഇപ്പൊ ഞാൻ പണ്ട് മരിച്ചു പോയി എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പിന്നെ സംസാരിക്കാം, ഇപ്പൊ നിങ്ങളുടെ കാര്യം നടക്കട്ടെ, ഫോൺ ചെയ്യാൻ അകത്തേക്ക് വന്ന് ഫോൺ ഉപയോഗിച്ചു എന്ന് പറയുന്നു. ഇവർ ഈ ഫോണിന്റെ അടുത്തേക്ക് പോകുന്നു. ഈ ഫോൺ ഇരിക്കുന്ന ടേബിളിന്റെ ഫോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവർ ഈ ഫോൺ 2 പ്രാവശ്യം ഡയൽ ചെയ്യുന്നു, കണക്ട് ആവുന്നില്ല. അപ്പൊ ഒരു മഴയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ പലപ്പോഴും അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് പുറത്തുള്ള, അപ്പൊ ഹസ്ബൻഡിനെ വിളിക്കാൻ ഞാൻ സെർവന്റിനെ വിടാം, നിങ്ങളിവിടെ ഇരിക്കുക, ഞാനൊരു ചായ തരാം എന്ന് പറയുന്നു. ഇവര് ഇയാളങ്ങോട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ ഇവര് നോക്കുമ്പോൾ ഈ ഫോണിന്റെ സൈഡിലൊരു ചെറിയ ഫോട്ടോ ഫ്രെയിം ഇരിക്കുന്നുണ്ട്. അതിലേക്ക് ഇവര് ക്യൂരിയസ് ആയിട്ട് നോക്കുമ്പോൾ പറയാം അതെന്റെ വൈഫാണ്. ആക്ച്വലി വൈഫിന്റെ മരണത്തിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. എനിക്ക് അവളില്ലാണ്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഇവര് ഇയാള് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ഇയാള് ചായ എടുക്കാൻ പോകുന്നു. അപ്പൊ വൈഫ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ജനലിൽ അവിടെ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡ് സെർവന്റ് പോയിട്ടുണ്ടാവും ഹസ്ബൻഡിനെ വിളിക്കാനായിട്ടെന്നുള്ള പ്രതീക്ഷയിൽ ഇവർ അത്ര കംഫർട്ടബിൾ ആയിട്ടില്ല. ഇവരിങ്ങനെ നിൽക്കുന്നു. ഒരു പോയിന്റിൽ പുറത്തെന്തോ തട്ടുന്ന പോലെ തോന്നുന്നു. തിരിഞ്ഞു നോക്കുമ്പോ ഒരു സ്ത്രീ ഒരു തോക്കായിട്ട് നിൽക്കുകയാണ്. ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഫ്രെയിമിൽ കാണുന്ന സ്ത്രീയാണ്. അപ്പൊ ഇവര് ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവര് പറയും നിങ്ങൾ എങ്ങനെ അകത്ത് കയറി, നിങ്ങൾ എങ്ങനെ അകത്ത് കയറി എന്ന് ചോദിക്കും. അപ്പൊ ഇവര് പറയും നിങ്ങളുടെ ഹസ്ബൻഡ് വിളിച്ച് ഡോറ് തുറന്നു തന്നിട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് ഈ തോക്കിൽ ലോഡ് ചെയ്യും. കഥ മൊത്തം പറയുന്നില്ല, ഫുൾ കഥ ഞാൻ പറയാം. ഈ ഗണ്ണ് ഇവര് ലോഡ് ചെയ്യും. ഇനി ഒരു മറുപടി പറയുന്നതിൻ്റെ അകത്ത് എനിക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഞാൻ ഫയർ ചെയ്യും. കാര്യം ഇത്രയും നാളായിട്ട് ഇവിടെ ഞാനും എന്റെ സെർവന്റും മാത്രമേ ഉള്ളൂ. ഇവിടെ നീ ഈ ഡോറ് തുറന്ന് ആരെ നിങ്ങളകത്ത് കയറ്റിയെന്ന് എനിക്ക് അറിയണം എന്ന് പറയും. ഇവര് പറയില്ല, നിങ്ങളുടെ ഹസ്ബൻഡാണ് എന്നെ അകത്തേക്ക് കയറ്റിയത്, അല്ലാതെ ഞാൻ എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കയറാന്ന് പറയുമ്പോൾ ഇവര് ഷൗട്ട് ചെയ്യും. ഇവര് പറയും ഞാൻ ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ എല്ലാം വിട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നത് എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതുകൊണ്ടാണ്. എന്റെ ഹസ്ബൻഡിനെ വെച്ചിട്ട് നിങ്ങൾ തമാശ പറയാനാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് പറയും അല്ല, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, എന്റെ വണ്ടി പുറത്തുണ്ട്, എന്റെ ഹസ്ബൻഡ് വണ്ടിക്കകത്തുണ്ട്, നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ഹസ്ബൻഡ് അകത്ത് നടന്നു വരുമ്പോഴത്തേക്ക് ഇവര് തിരിഞ്ഞിട്ട് പറയും ഇതല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ്, ഇയാളാണ് എനിക്ക് ഡോറ് തുറന്നത്, ഇയാളാണ് എന്നെ അകത്തേക്ക് കയറ്റിയെന്ന് പറയും. അപ്പൊ ഇവര് തിരിഞ്ഞ് ഈ തോക്ക് കണ്ണിങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഇതല്ലേ നിങ്ങളുടെ ഹസ്ബൻഡ് എന്ന് പറയും. ഇവരിങ്ങനെ എവിടെയെന്ന് ചോദിക്കും. ഇയാൾ നടന്നേക്ക് അടുത്തടുത്ത് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചിരിച്ചിട്ട് പറയും ഞങ്ങൾ ആക്ച്വലി അവിടെ നിന്ന് മടുത്ത് വിട്ടതാണ്, ലൈഫ് ഭയങ്കര ബോറാണ് ഇവിടെ വന്നിട്ട്, ആരെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പറ്റിക്കുന്നതാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയും. അങ്ങനെ ഒരു പരിപാടിയൊക്കെ
കഴിഞ്ഞിട്ടില്ല. ആ, പറഞ്ഞൊക്കെ നിൽക്കും. അപ്പൊ ഇവര് ചോദിക്കുക എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോ വണ്ടി പുറത്ത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോ അത് നമ്മൾ സോർട്ട് ചെയ്തില്ല അല്ലേ, ഓക്കെ എന്ന് പറയുമ്പോ പുറത്തുനിന്ന് സെർവന്റ് ഓടിക്കേറി വരും. സെർവന്റ് ഓടിക്കേറി വന്നിട്ട് പറയും, സർ മാം പുറത്തൊരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, ഒരു വണ്ടി ഇടിച്ച് കിടക്കണ്ട, അതിൻ്റെ അകത്ത് 2 പേര് മരിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവർ ഓടി ചെല്ലുമ്പോ ഈ കണ്ട സ്ത്രീയും ഇവരുടെ ഹസ്ബൻഡും ആ വണ്ടിക്കകത്ത് മരിച്ചിരിക്കും. എന്ന് നമുക്ക് ഷൂട്ട് തുടങ്ങാം. ഇതിന്റെ ഒറിജിനൽ റൈറ്റ്സ് വാങ്ങിക്കാം. എന്റെ വേലക്കാരന്റെ റോള് ഞാൻ ചെയ്യാം. ഫിനിഷിംഗ് ആക്കി കളഞ്ഞോണ്ടായി കിട്ടുന്നില്ല, ഇനിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് നിങ്ങൾ മറ്റേ തൊടുപുഴയും മൂവാറ്റോടെയും കൂടെ ഒരുമിച്ചിരിക്കും, പുതിയ കുറച്ച് സിനിമകളൊക്കെ വരട്ടെ. സോ ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ പോവാണ്. സെഗ്മെന്റിന്റെ പേര് തന്നെ ടൈലന്റ് ആണ്. ഇതിന് നമുക്ക് ടൈലന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഒരു ടൈലന്റിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. കഥയിൽ പുറത്തേക്ക് വന്നിട്ടില്ല. ഇല്ല, ഞാൻ എനിക്ക് മറ്റേ ഇടയ്ക്കൊക്കെ ഭയങ്കര രസമുണ്ട്. ടൈലന്റ് നമ്മൾ തുടങ്ങുന്നത് ഇതേപോലെ ചെറിയൊരു ഗെയിം വെച്ചിട്ടാണ്. ഈ ഗെയിം എന്താണെന്ന് വെച്ചാൽ സിനിമയിലെ പ്രോമിനന്റ് ആയിട്ടുള്ള, മലയാളത്തിൽ കുറച്ച് ഹിറ്റ് ആയിട്ടുള്ള സിനിമകളുടെ ക്യാരക്ടറാണ് നിങ്ങൾ പറയേണ്ടത്. പക്ഷെ നിങ്ങൾ എങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി 4 ക്ലൂ തരും. 3 ക്ലൂവിലെങ്കിലും പറയണം. 4ാമത്തെ ക്ലൂവും കുഴപ്പമില്ല, ഞാൻ പറയാം. പക്ഷെ 3 ക്ലൂവിലെങ്കിലും തോന്നില്ലേ, ഒരു ക്യാരക്ടറിനെ നിങ്ങൾ പറയണം. ആ ക്യാരക്ടറിനെ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ 4 ക്ലൂ തരും. ആ 4 ക്ലൂവിൽ നിന്ന് അത് ഏത് ക്യാരക്ടറാണെന്ന് നിങ്ങൾ പറയണം. മേ ബി നിങ്ങളുടെ തന്നെ സിനിമയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആരെങ്കിലും ക്യാരക്ടർ ആവാം. അതിൽ നിന്നാണ് നമ്മൾ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യത്തെ ക്യാരക്ടറിനുള്ള ആദ്യത്തെ ക്ലൂ ഞാൻ തരട്ടെ. ഈ ക്യാരക്ടറിന് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഈ ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഗസ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലൂ പറയാം. ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. രണ്ടാമത്തെ ക്ലൂ ഒബ്വിയസ് ആയി പോലോ. ഓക്കെ, ഷോപ്പിംഗ് ബില്ലുകൾ ഈ ക്യാരക്ടറിന്റെ വീട്ടിൽ പിടിക്കുമ്പോഴാണ് മിക്കപ്പോഴും ക്യാരക്ടറിന്റെ വീട്ടിൽ പ്രശ്നമാവാറുള്ളത്. ഷോപ്പിംഗ് ബില്ലുകൾ, ഈ ക്യാരക്ടർ ഷോപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ബില്ലുകൾ ഉണ്ടല്ലോ, അത് ഈ ക്യാരക്ടറിന്റെ വീട്ടില് ഈ ക്യാരക്ടറിന്റെ പേരൻസ് പിടിക്കുമ്പോൾ, ശരി ആശാന്റെ മുമ്പിൽ മറ്റേ ഞാൻ വരുന്നതാണ് റൈറ്റ് ആൻസർ. പക്ഷെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഫോണിലെടുക്കുന്നത് അതാണല്ലോ ഇതിന്റെ ത്രെഡ്. അതിൽ അടുത്ത ക്ലൂ എന്ന് പറയുന്നത് മഞ്ഞ കളർ ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്റെ കാറിന്റെ കളർ മഞ്ഞയാണ്. ലാസ്റ്റ് ക്ലൂ ഞാനിപ്പോ എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഫേസ്. അതെങ്കിൽ അടുത്ത ക്യാരക്ടർ പറയാം. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ എടുത്തിട്ടുള്ള ഡിഗ്രി ഈ ക്യാരക്ടറിന്റെ കയ്യിലുണ്ട്. യൂട്യൂബിൽ ഈ ക്യാരക്ടറിന്റെ പേരിൽ കുറെ നല്ല വീഡിയോസ് ഉണ്ട്. പക്ഷെ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജോലിയില്ലാത്ത അലസനായ ചെറുപ്പക്കാരൻ കുറെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ഇതിന്റെ അടുത്ത ക്ലൂ എന്ന് പറഞ്ഞാൽ നമ്പർ പറ്റിച്ചതാണ് ഒരു കിട്ടിലും പണി കിട്ടിയത്. അടുത്ത ക്ലൂ എന്ന് പറയാൻ റേഡിയോ ജോക്കി വഴിയാണ് പിന്നെ ഒന്നിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടർ കിട്ടാച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പോകണം എന്നാണ് ഈ ക്യാരക്ടറിന്റെ ആഗ്രഹം. മനുവർമ്മ അല്ല. എങ്ങനെയെങ്കിലും ഈ ക്യാരക്ടറിന് നാട്ടിൽ നിന്ന് പോകണം എന്നാണ് ആഗ്രഹം. അതാണ് ഈ ക്യാരക്ടറിന്റെ മെയിൻ ലക്ഷ്യം. അല്ലല്ലോ. ഓക്കെ, കേക്ക് എന്ന് പറയുന്ന കാര്യമില്ല, കേക്ക് ഈ ക്യാരക്ടറിന് ഒരു പേടി സ്വപ്നമാണ്. കേക്ക് അത് ബർത്ത്ഡേ കേക്കില്ല, അത് ഈ ക്യാരക്ടറിന് ഒരു പേടി സ്വപ്നമാണ്. മൂന്നാമത്തെ ക്ലൂ വരാം. ഒരു കല്യാണം കൂടാൻ പോയതാണ് ഈ ക്യാരക്ടറിന്റെ ലൈഫ് മാറ്റി മറിച്ചത്. നമ്മൾ കാണാത്ത പോലെ സിനിമയായിരിക്കും. ഇല്ല, കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഒരു ഹിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്നത്. നാലാമത്തെ ക്ലൂ കൂടെ പറയാം. ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് ഈ ക്യാരക്ടറിന് കിട്ടുന്ന ഇതെന്ന് പറയുന്നത് ഒരു കോഴി കിരീടമാണ്. നമ്മുടെ ഈ സിനിമ ഭയങ്കര ഹിറ്റായ പ്രേമലു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള അടുത്താണ്. കോളേജിലെ സാറിനോടായിരുന്നു ഈ ക്യാരക്ടറിന്റെ ഫസ്റ്റ് ലവ്. സെക്കൻഡ് വൺ, സ്നേഹ സമ്മാനമായിട്ട് ഈ ക്യാരക്ടറിന് ഈ ക്യാരക്ടറിന്റെ ഹസ്ബൻഡ് കൊടുക്കാറുള്ളത് ലവ്ലോലിക്കയാണ്. ലവ്ലോലിക്ക കൊടുക്കുന്നതിനെ അടുത്ത ക്ലൂ പറയാം. ഈ ക്യാരക്ടറിന്റെ വീട്ടിലെ ഭർത്താവിന്റെ വീട്ടിലെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പമാണ്. ആളിച്ചിരി പാവാന്നുണ്ട്, പക്ഷെ അവന് ഇടിയപ്പം എല്ലാ ദിവസവും വേണം. ബേസിലുണ്ട് അല്ലേ? ഞാൻ ഇടിയപ്പമാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ക്യാരക്ടറാണ്. ഓക്കെ, ഒരാളെ കൂടെ കൂട്ടിയതാണ് ഈ ക്യാരക്ടറിന്റെ ലൈഫിൽ നടന്ന ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ സിനിമയിലും ട്വിസ്റ്റ് അതായിരുന്നു. അടുത്തത്, നിങ്ങളാണ് ഈ സിനിമയിലെ ആ ക്യാരക്ടറാണ് ആ സിനിമയുടെ ഫുൾ സ്റ്റോറി കൊണ്ടുപോകുന്നത്.
പക്ഷെ ആ ക്യാരക്ടർ അധികം ഇല്ല ആ സിനിമയിൽ. ഒരാളെ കൂടെ കൂട്ടിയതാണ് ഉം. ഈ ക്യാരക്ടറിനും ഈ സിനിമയ്ക്കും വന്നിട്ടുള്ള ട്വിസ്റ്റ്. ഉം. രണ്ടാമത്തെ ക്ലൂ, ഈ ക്യാരക്ടറിനെ ബേസ് ചെയ്താണ് ഈ സിനിമയിലെ സ്റ്റോറി മൊത്തം പോകുന്നതെന്നുണ്ടെങ്കിലും ഈ ക്യാരക്ടർ ആ സിനിമയിൽ ഇല്ല, കുറച്ചുള്ളൂ. ഒരു ഹിറ്റ്ലർ മാധവൻകുട്ടി സ്റ്റൈലാണ് ഈ ക്യാരക്ടറിന്. മറ്റേ ഇതെങ്ങനെയാണോ ഒരു ഇന്റർസ്റ്റേറ്റ് ബന്ധമുണ്ട് ഈ സിനിമയ്ക്ക്. ഞാൻ പറയട്ടെ, ഹരീന്ദർ സിംഗ്. മല്ലു സിംഗ്. മല്ലു സിംഗ്. ഓക്കെ ഓക്കെ. കിട്ടിയില്ലേ? ഇപ്പോഴാണൊന്ന് ചാർജായി വന്നേന്നൊക്കെ. ഇതും കൂടെ കഴിഞ്ഞ ഈ സെഗ്മെന്റ് നമ്മളെ കഴിയും. എന്റെ റൂംമേറ്റിന്റെ പ്രണയം കൊണ്ട് തൊല്ല പിടിച്ചേക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത് കുറച്ച് പഴയ സിനിമ കേട്ടോ. നമ്മൾ അത്യാവശ്യം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നുള്ളൊരു സിനിമയാണ്. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. ആ ഇംഗ്ലീഷിലാണ് പുള്ളിക്കാരൻ പിടിച്ചിരിക്കുന്നതും. എന്റേതല്ലാത്ത കാരണത്താൽ മിക്കപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ ആവാറുണ്ട്. കിൽക്കത്തിലെ ജോജി അല്ല, മറ്റേ അടിപൊളി. ഓക്കെ, സോ ഇനി നമ്മൾ സെഗ്മെന്റ് കഴിഞ്ഞു, ഈ ഗെയിം കഴിഞ്ഞു. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ വന്നാലോ? പിന്നെന്താ സാറിന്റെ കയ്യിൽ കിട്ടുമ്പോ ചോദിക്കണം എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന, എല്ലാവരും ചോദിക്കണം എന്ന് വെച്ചിട്ടുള്ള കാര്യമാണ് ദൃശ്യം 3. കാരണം അതിന്റെ ഹിന്ദി അനൗൺസ്മെന്റ് ആദ്യം വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എടാ കൊണ്ടുപോകല്ലേ, അത് കൊണ്ടുപോകല്ലേ, നമ്മുടെ മലയാളത്തിന്റെ ആണ് ആ സാധനം, അത് നമ്മൾ വന്നിട്ട് നിങ്ങൾ കൊണ്ടുപോകും കുഴപ്പമില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മലയാളത്തിലുള്ള അനൗൺസ്മെന്റ് വന്നു ദൃശ്യം 3 വരുന്നുണ്ടെന്ന്. മലയാളം ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യാം. ആണോ? അവര് സ്വന്തമായിട്ടല്ല, അവരിതൊന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ ചെയ്താൽ നമ്മൾ ലീഗലായിട്ട് നീങ്ങേണ്ടി വരും. ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ സ്ക്രിപ്റ്റ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ഷെയർ ചെയ്യും. എന്നൊക്കെയാണ് ഇപ്പൊ പറഞ്ഞു വെച്ചേക്കുന്നത്. അടുത്ത വർഷമാണ് എക്സ്പെക്ട് ചെയ്യണ്ടേ? അത് എഴുതി കഴിഞ്ഞിട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമല്ലേ. ഈ നിരാശിന്റെ പ്രൊമോഷന് പോയിട്ട് ആരും ഇതുവരെ ചോദിക്കാത്തൊരു ചോദ്യമാണ് ദൃശ്യം 3യുടെ അപ്ഡേറ്റ്. ഒരാള് മാത്രം ചോദിച്ചില്ല. നമ്മൾ പറഞ്ഞല്ലേ ദൃശ്യം 3. അതെ, കഴിഞ്ഞപ്പോ തന്നെ നമ്മള് പറഞ്ഞു. ശരിയാ, എന്ത് സംഭവം അറിയോ? നമുക്ക് ഡെഫിനറ്റ്ലി ഞങ്ങള് തമ്മിൽ 5 ദിവസം കൂടി സംസാരിക്കുമ്പോ ഞാൻ ചോദിക്കാം എന്തായി കേട്ടാ. ഓക്കെ, ഇനി എന്റെ അടുത്തൊരു ക്യൂരിയോസിറ്റിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ലൈഫ് ഓഫ് ജോസൂട്ടി. അതില് 2 സീക്വൻസ് നമുക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഒന്നത് സ്റ്റോറി ഡെഫിനറ്റ്ലി, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സുരാജേട്ടന്റെ എൻട്രി. ആ ഓട്ടോ ഓടിച്ചു കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റിയിട്ടുള്ള ഒരു എൻട്രി കുറച്ചു കാലം മുന്നേ വരെ അത് സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെങ്ങനെയായിരുന്നു അതിന്റെ? സുരാജ് തന്നെ അപ്പൊ എന്നോട് പറഞ്ഞ ഈ ഓട്ടോറിക്ഷ ഞാൻ നിർത്താതെ ചാടി ഇറങ്ങിട്ടെ. അപ്പൊ ഞാൻ ഓട്ടോറിക്ഷ ഡ്രൈവറെ പുള്ളി ഇങ്ങനെ വളരെ ഒന്ന് ജസ്റ്റ് ഈ കാർഡിനകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പോവുള്ളൂ, ഞാൻ അതേ ഉള്ളൂ. ഞാൻ പുള്ളിയോട് പേടിക്കുന്ന കേട്ടാ ശേഖരൻ. അപ്പൊ അത് പുള്ളിയുടെ ഐഡിയ അങ്ങനെ വന്നിട്ട് ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു ക്ലൈമാക്സിലെ മേ ബി ആ ഒരു ടെയിൽ എൻഡിലെ നയൻതാരയുടെ എൻട്രി. അതെങ്ങനെയായിരുന്നു? കുറെ കാലത്തിന് ശേഷമാണ് നയൻതാര മലയാളത്തിലേക്ക് വരുന്നത്. അത് ആക്ച്വലി എന്റെ ക്ലൈമാക്സ് അല്ലത്. അത് ദിലീപ് ഇവരെല്ലാവരും പറഞ്ഞു. എനിക്കാണെങ്കിൽ ആ പേപ്പർ ന്യൂസ് വായിച്ച് ഇയാൾ കാത്തിരിക്കുന്നിടത്താണ്, ആരാന്നറിയില്ല, കാത്തിരിക്കുന്നിടത്ത്, അതായത് ജീവിതത്തിൽ ഓരോ പാഠങ്ങളും പഠിച്ച് കടന്ന വലിയ പരീക്ഷയൊക്കെ എഴുതി അങ്ങനെ ഇയാള് തൻ്റെതല്ലാത്ത കാരണത്താൽ വിവാഹം പുള്ളി അടുത്ത ഒരു പരീക്ഷണത്തിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നിടത്ത് സിനിമ അവസാനിക്കുക എന്ന് പറഞ്ഞൊരു എൻഡിങ് ആയിരുന്നു എന്റേത്. അപ്പൊ അതെല്ലാരും പറഞ്ഞു ദുരന്തങ്ങളുടെ ഘോഷയാത്രയല്ല ലൈഫിൽ, ഒരു നല്ല പെണ്ണ് വന്ന് കിട്ടി എന്നുള്ളൊരു സന്തോഷം വരട്ടെ എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് അങ്ങനെ അവിടെ പലരും സമ്മതിച്ചിട്ട് ഞാൻ അതിനെ സമ്മതിച്ച. അല്ല, അത് ദിലീപ് ജിയാ പറഞ്ഞത്. നമുക്ക് നൈറ്റ്സിനെ അവര് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ. പുള്ളി വിളിച്ചു പറഞ്ഞു. 1 രൂപ പോലും വാങ്ങിച്ചില്ല. പുള്ളിക്കകത്ത് വന്ന് ജസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ജിത്തു സാറിന്റെ ത്രില്ലർ സിനിമകളിൽ തന്നെ പാട്ടിന്റെ പ്ലേസ്മെന്റ് ആണ്. മെമ്മറീസിലായാലും എപ്പോഴും നമ്മൾ ലൂപ്പിൽ വന്നു പോകുന്ന പാട്ടുണ്ട്, അതുപോലെ തന്നെ ദൃശ്യത്തിലായാലും ഉണ്ട്. സോ ഈ പാട്ടിന്റെ പ്ലേസ്മെന്റ് എങ്ങനെയാണ് ഈ ത്രില്ലർ സിനിമയിൽ ഇത്ര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നത്? അല്ല, എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയല്ലേ, നമ്മളൊരു ചില ഏരിയയിൽ ചില കുറെ സംഭവങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അതല്ല, നല്ല ലിറിക്സ് ഉണ്ട്. അതിന്റെ ഇപ്പൊ നിഴലേ എന്ന് പറയുന്ന സോങ് പലരും ശ്രദ്ധിച്ചില്ല. ദൃശ്യം ഇതിനകത്ത് ഒരു പാട്ടേ ഉള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. നിഴലേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ഡയറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്ന പോക്ക്. അതാ ആ ലിറിക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആക്ച്വലി അയാളുടെ കൂടെ നിഴല് പോലും ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് അതിന്റെ ലിറിക്ക് പോകുന്നത്. കാരണം അയാള് ഒറ്റയ്ക്കാണ്, നിഴല് പോലും അയാളുടെ കൂടെ ഇല്ല എന്ന് പറയുന്ന ഒരു ഫീലിലാണ് അത് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ലിറിക്ക് കൂടെ വരുമ്പോൾ അതിന് ഒത്തിരി
വേറൊരു തലം കിട്ടും. അത് ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ചിലപ്പോൾ എല്ലാം സെറ്റായി വരും. ബേസിക്കലി പെട്ടെന്ന് കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു സോങ്ങിനകത്തോടെ കയറ്റി വിടുകയല്ലേ നല്ലത്. അങ്ങനെ കുറെ നല്ല സോങ്ങുകൾ കിട്ടിയിട്ടുള്ള ആളാണ് ആസിഫ്. അങ്ങനെ വന്നതില് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പാട്ട് ഏതാ? ബാച്ചുലർ പാർട്ടിയില് സോങ് ഭയങ്കര കാർമുകില്. ഫേവറേറ്റ് ആണ് എനിക്ക്, കാർമുകിൽ എന്നുള്ളത്. പക്ഷെ ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു അതായത് ഞങ്ങള് ആ സീരീസ് ഓഫ് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭയങ്കര സർപ്രൈസ് ചെയ്തൊരു പാട്ട് കോഹിനൂറിലെ പാട്ടാണ് ഹേമന്തം എന്നുള്ളത്. അത് എനിക്ക് എപ്പോ കേട്ടാലും ഒരു എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ഓർമ്മ വരും. ആ ഷൂട്ട് ചെയ്തത്, പിന്നെ അതെന്റെ ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ചെയ്തൊരു സിനിമയായിരുന്നു അത്. അപ്പൊ അന്നൊക്കെ ആദ്യം പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സോങ് റെക്കോർഡ് ചെയ്യലായിരുന്നു. അപ്പൊ അന്ന് റെക്കോർഡ് ചെയ്തൊരു സോങ്ങുമാണ് വിജയ് യേശുദാസിന്റെ. അതിന്റെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഇവന് അങ്ങനെ സിനിമയായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല, സിനിമ അങ്ങനെ കാണാറൊന്നുമില്ല. ഞാൻ സിനിമയിലാണ്, അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉള്ളു, അല്ലാതെ സിനിമയായിട്ട് ഇവന് വലിയ ബന്ധമേ ഇല്ല. അപ്പൊ ഇവനായിട്ട് ഞങ്ങൾ ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുവാണ്. ഇതിന്റെ പൂജ ആരംഭിക്കാനുള്ള പരിപാടികള് മൈ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് പനമ്പള്ളിയൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെയാണ് ഇതിന്റെ റെക്കോർഡിങ്. അപ്പൊ വിജയ് വന്നു, നമ്മളെല്ലാരും പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ കൂട്ടത്തില് ഇവനെ ഇങ്ങനെ പരിചയപ്പെടുത്തി, ഇത് എന്റെ ഫ്രണ്ടാണ് സോ ആൻഡ് സോ, ഇത് വിജയ് യേശുദാസ് എന്ന് പറയുമ്പോ ഇവനിങ്ങനെ ഓ എന്ന് പറഞ്ഞ് നോക്കുന്നു. വിജയ്ക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞു, രാഹുൽ രാജ് വന്ന് പൂജയൊക്കെ കഴിഞ്ഞ് നേരെ അകത്ത് കയറി. വിജയുടെ ശബ്ദം ഈ സ്റ്റുഡിയോ മോണിറ്റർ സ്പീക്കർ കൂടെ നമ്മളെ റൂമിലേക്ക് കേൾക്കാം. അകത്ത് കൺസോളിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ ഹേമന്തമൻ, അത് വിജയുടെ ശബ്ദത്തിൽ സ്റ്റുഡിയോ സ്പീക്കർ ഒന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ഒന്നാദ്യത്തെ പ്രൊഡക്ഷൻ, ഇത്രയും ബ്രില്യൻ്റ് ആയ ഒരു സോങ്, ഇത്രയും മാജിക്കൽ ആയിട്ടുള്ള ഒരു വോയിസ്, ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാം ഗൂസ് ബംസ് അടിച്ച് എന്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ഇമോഷണൽ ആയിട്ട് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇവൻ ഇങ്ങനെ എന്റെ സൈഡിലേക്ക് നിന്നിട്ട് വെറുതെ അല്ലാട്ട് ഇയാളെ വിജയ് യേശുദാസ് എന്ന് വിളിക്കുന്നത് അതേ ശബ്ദമാണ്. അപ്പൊ ഇവരെ ഇത് ഓർത്തത് ഇതേ ശബ്ദമുള്ളത് കൊണ്ടാണ് ഇയാളെ വിജയ് യേശുദാസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചോടോ ഇത് യേശുദാസിന്റെ മകനാ. ഓ സോ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല കുറെ മെമ്മറീസ്, നല്ല കുറെ പാട്ടുകൾ, നല്ല കുറെ സിനിമകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കീപ് എക്സൈറ്റിംഗ് അസ്. നേരത്തെ പറഞ്ഞ പോലെ ആസിഫ് കരയുമ്പോൾ കൂടെ കരയാൻ ഞങ്ങൾ ഒരുപാട് പേരെ പ്രേരിപ്പിക്കുന്നുണ്ട്, ചിരിക്കുമ്പോൾ ഒരുപാട് ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വാ തുറന്നിരിക്കുന്ന ഒരുപാട് പ്ലോട്ടുകൾ, ഒരു ട്വിസ്റ്റുകൾ ഞങ്ങൾക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. എന്നാൽ അത് കിടിലനായിട്ട് അതെങ്ങനെ വന്ന് മറക്കണ്ട വേലക്കാരൻ. താങ്ക് യു സോ മച്ച്. പക്ഷെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് മേക്ക് യുവർ ഓൺ പെർഫ്യൂം, നിങ്ങളുടെ തന്നെ പേരില് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ആണ്. പേര് ഇതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ ജീതു സാറിന് കസ്റ്റമൈസ് പെർഫ്യൂം ആണ്. ഇനി ആശ്രയിക്കാം. പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളല്ലേ? ഉറപ്പായിട്ടും ഒരുപാട് ഉണ്ടെന്ന് അറിയാം. സോ ആ ഒരു കളക്ഷനിലേക്ക് MIOPയുടെ ഒരു കോൺട്രിബ്യൂഷൻ. താങ്ക് യു താങ്ക് യു സോ മച്ച്.